ഹായ് ഓൾ, വെൽക്കം ടു CC. ഞാൻ ആശാ ബിനീഷ്. ഇന്ന് ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അറിയാമോ? ഒന്ന്, ആപ്കമിങ് ഡിഗ്രി ലെവൽ എക്സാംസ് ഏതൊക്കെയാണ് എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്നതാണ്. ഇനി PSC എന്തൊക്കെ ഡിഗ്രി ഉള്ളവർക്ക് ഏതൊക്കെ എക്സാം വിളിക്കും, അതിൽ തന്നെ ചില എക്സാംസിന് നമ്മൾ പ്രത്യേക പരിഗണന കൊടുക്കണം. അങ്ങനെ പ്രത്യേക പരിഗണന കൊടുക്കുന്ന ഒരു എക്സാമാണ് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന കമ്പനി ബോർഡ് എക്സാം. വലിയൊരു എക്സാമാണ്, അതിൽ കുറേ നിയമനങ്ങൾ നടക്കുന്നുണ്ട്. ആ എക്സാമിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസാണ് ഇത് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നോടൊപ്പം മറ്റൊരാൾ കൂടിയുണ്ട്. ഈ എക്സാംസിൻ്റെയൊക്കെ വഴികളിലൂടെ നടന്ന് കഴിഞ്ഞ തവണ എക്സാം ക്ലിയർ ചെയ്ത, കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് എക്സാം ക്ലിയർ ചെയ്ത് അതിൻ്റെ റാങ്ക് ലിസ്റ്റിലുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകൻ സുകേഷ് സാറും കൂടിയാണ് ഇന്ന് ഈ ചർച്ചയിൽ എന്നോടൊപ്പം ഉള്ളത്. അപ്പം സാർ, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. താങ്ക് യു മാം. ഞാനും ഇന്ന് വളരെ ഹാപ്പിയാണ്. കാരണം വളരെ സന്തോഷമുള്ളതും വളരെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നു എൻ്റെയും കഴിഞ്ഞ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞിട്ട്. പ്രിലിംസ് എക്സാം കഴിഞ്ഞു, മെയിൻസ് എക്സാം കഴിഞ്ഞു, റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചു. ആ ഒരു ജോലിയിലേക്കുള്ള ഒരു യാത്ര ഞാനും ശരിക്കും ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തൊട്ടൊക്കെ പറയാം, എങ്ങനെയായിരുന്നു ആ യാത്രയുടെ തുടക്കം മുതൽ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് തുടങ്ങാൻ എന്താണ് ആ ഒരു പരീക്ഷ തന്നെ ഫോക്കസ് ചെയ്യാൻ കാരണമുണ്ടോ? അതിനു മുമ്പ് നേരത്തെ ഏതെങ്കിലും പരീക്ഷകൾ പഠിച്ചിട്ടുണ്ടോ? എന്താണ് താങ്കൾ പഠിച്ചത്? അവിടെ നിന്ന് നമുക്ക് തുടങ്ങിയാലോ? തീർച്ചയായും മിസ്. ഞാൻ എൻ്റെ 2018 BCom ഗ്രാജുവേറ്റ് ആവുന്നത്. അപ്പോൾ 2018 ശേഷം 2019 ഞാൻ നേരെ UPSC പ്രിപ്പറേഷനിലേക്കാണ് പോകുന്നത്. നേരിട്ട് UPSC പ്രിപ്പറേഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ സമയത്ത് അധികം ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളാണ് ആദ്യത്തെ UPSC പാത സ്വീകരിക്കുന്നത്. അപ്പോൾ അവരിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ഈ ഒരു സോഷ്യൽ സർവീസ് എന്ന മേഖലയിൽ ഞാൻ നേരത്തെ തന്നെ ആക്റ്റീവ് ആയിരുന്നു എൻ്റെ കോളേജ് നാളുകളിലെല്ലാം. അപ്പോൾ ഇതെനിക്ക് പറ്റിയ ഫീൽഡാണ്, ഈ ജോലിയിൽ ഞാൻ ഹാപ്പി ആയിരിക്കും എന്നൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഞാൻ 2019 UPSC യാത്ര ആരംഭിക്കുന്നത്. അപ്പോൾ UPSCക്ക് വേണ്ടി കോച്ചിങ് എടുത്തിട്ടുണ്ടായിരുന്നു? UPSCക്ക് വേണ്ടിയിട്ട് കോച്ചിങ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം UPSCയുടെ ഒരു 2 തവണ ഞാൻ പ്രിലിംസ് എക്സാം ക്രാക്ക് ചെയ്യാൻ ശ്രമിച്ചു. എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഒന്ന് ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത്, ഞാൻ സെൽഫ് മോട്ടിവേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് KSFEയുടെ ജൂനിയർ അസിസ്റ്റൻറ്റ്. നമുക്കറിയാം ഈ കമ്പനി ബോർഡ് എന്ന് പറയുന്നത് ആക്ച്വലി 2 ഡിവിഷനാണ്. രണ്ട് ഡിവിഷനാണ്. അപ്പം മാമിന് അറിയാവുന്ന പോലെ തന്നെ ഒന്ന് എന്ന് പറയുന്നത് KSRTC, അതുപോലെ തന്നെ ഹാൻഡ്ലൂം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, അതുപോലെ തന്നെ ഹെഡ് ലോഡ് വർക്കേഴ്സ് കോർപ്പറേഷൻ, ഇങ്ങനെ വെൽഫെയർ കോർപ്പറേഷൻസ് ആണ് കൂടുതലും ടയർ 1 വരുന്നത്. ഇനി രണ്ടാമത്തെ കാറ്റഗറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഇത്തിരി കൂടി ലുക്രേറ്റീവ് ആയിട്ടുള്ള ബോർഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും. അപ്പോൾ ഒരു ഗ്രേഡ് അല്പം കൂടി നിൽക്കുന്ന, പ്രോഫിറ്റ് അല്പം കൂടി ഏൺ ചെയ്യുന്ന, അതെ. അപ്പോൾ ആ അത്തരത്തിലുള്ള ബോർഡുകളാണ് രണ്ടാമത്തെ കാറ്റഗറിക്കകത്ത് വരുന്നത്. അപ്പോൾ ഞാൻ അതിനകത്ത് പ്രധാനമായിട്ടും വരുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്ന ബോർഡുകളായിട്ടുള്ള KSFE, അതുപോലെ തന്നെ KSEB, വാട്ടർ അതോറിറ്റി, കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ്, അതുപോലെ തന്നെ കെൽട്രോൺ. അപ്പോൾ ഇത്തരത്തിലുള്ള ബോർഡുകളാണ്, സപ്ലൈകോ ജൂനിയർ അസിസ്റ്റന്റ്. അപ്പോൾ ഇത്തരത്തിലുള്ള ബോർഡുകളാണ് ഈ ഒരു കാറ്റഗറി 2-നുള്ളത്. കാറ്റഗറി 1-നകത്തുള്ളത് KSRTC, അതുപോലെ തന്നെ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ള ബോർഡുകളാണ് ഹാൻഡ്ലൂം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, ഫാർമസ്യൂട്ടിക്കൽസ്, ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയിട്ടുള്ള കമ്പനീസാണ് ഫസ്റ്റ് കാറ്റഗറിക്കകത്ത് പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സാമിൻ്റെ സമയത്ത് ഇത് കോമൺ പ്രിലിമിനറി എക്സാം ആയിരുന്നു ആ സമയത്ത്. അപ്പം ആദ്യം എഴുതാൻ പോകുന്ന ഡിഗ്രി ലെവൽ എക്സാംസ് അതായിരുന്നു? കേരള PSCയുടെ ആദ്യം എഴുതിയ ഡിഗ്രി ലെവൽ എക്സാം ഇതായിരുന്നു? ആദ്യം ഞാൻ ഇതിന് മുന്നേ പ്രിലിംസ് എക്സാം ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു, സെക്രട്ടേറിയറ്റിന്റെ, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി. ഇതിന്റെ ഏകദേശം ഈ സമയത്തൊക്കെയാണ് അത് വരുന്നത്. അപ്പോൾ മെയിൻസ് എക്സാം ക്ലിയർ ചെയ്യുന്നത് ആദ്യത്തേത് ഈ എക്സാം ആയിരുന്നു. അതെ. അപ്പം സാറ് ഡിഗ്രി തുടങ്ങി വെച്ചു, അത് കഴിഞ്ഞ് PG ചെയ്തില്ലേ? PG ഞാൻ ഇഗ്നോയിൽ MA സോഷ്യോളജി എടുത്തു. സിവിൽ സർവീസിൻ്റെ പ്രിപ്പറേഷൻ അത് കഴിഞ്ഞ ശേഷം കമ്പനി ബോർഡിലേക്ക് എത്തി. അപ്പോൾ കുറച്ച് എളുപ്പമായിരുന്നോ? തീർച്ചയായും എളുപ്പമായിരുന്നു. കാരണം ആ സമയത്താണ് PSCയുടെ ഒരു നമുക്ക് പ്രവചിക്കാൻ കഴിയാത്തൊരു മാറ്റം PSCയിൽ ആ സമയത്ത് ഉണ്ടാവുന്നുണ്ടായിരുന്നു. ആ മാറ്റം തുടങ്ങിയത് എനിക്ക് തോന്നുന്നു 2019-20 യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ പരീക്ഷ മുതലാണ് PSC ആ ഒരു മാറ്റത്തിലേക്കുള്ള ചുവട് വയ്ക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് ബേസ് ക്വസ്റ്റ്യൻസും കുറെ കാണാതെ സാധാരണ PSCക്ക് നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, UPSCയും PSCയും തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറെ കൂടെ കാണാതെ പഠിക്കണമെന്ന് പറയും എല്ലാവരും. PSC എക്സാം അവിടെ അടവിടലേ ഇപ്പോൾ ഒരു മാറ്റങ്ങളാണ് PSCയിൽ, അല്ലേ? നമ്മൾ UPSC ആസ്പിരൻ്റ് ആയിരിക്കുന്നവർക്ക് കുറച്ചുകൂടെ എളുപ്പമുള്ള പാറ്റേണിലേക്കാണ് PSC എത്തപ്പെട്ടത്. തീർച്ചയായും അന്ന് ആ സമയത്ത് സ്റ്റുഡൻസിന് അതൊരു ഷോക്കായിരുന്നു. PSC മാറാൻ തീർച്ചയായും PSC മാറാൻ പോകുന്നു എന്നൊരു തോട്ട് ഉദ്യോഗാർത്ഥികളുടെ മുമ്പിൽ ആ സമയത്താണ് ആദ്യമായിട്ട് അവർ ഫേസ് ചെയ്യുന്നത്.
അപ്പോൾ ആ ദിവസം വരെ ഫാക്റ്റുകൾ മാത്രം മഗപ്പ് ചെയ്ത് പോയ സ്റ്റുഡൻസിന് മുന്നിലേക്ക് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് വരികയാണ്. അപ്പോൾ കൂടുതലായിട്ടും ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് ആദ്യം PSC ഒന്ന് ചുവടെ വെച്ച സമയത്ത് ഉൾക്കൊള്ളിച്ചിരുന്നത്. പിന്നെ യൂണിവേഴ്സിറ്റി കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു സമയത്തൊക്കെ KSന്റെ ഒക്കെ സമയത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ റേഞ്ച് PSC വീണ്ടും കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്തു PSC. അപ്പോൾ ആ സമയത്താണ് ലോജിക്കൽ എലിമിനേഷൻ്റെ ഒക്കെ പ്രാധാന്യം എന്താണ് എന്ന് സ്റ്റുഡൻസിന് അറിയാൻ സാധിക്കുന്ന ഒരു സമയത്തേക്ക് വന്നത്. അപ്പോൾ നമുക്കറിയാം. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും നമ്മുടെ കമ്പനി ബോർഡിലേക്ക് തന്നെ നമുക്ക് വരാം. കമ്പനി ബോർഡ് എക്സാംസ് ഇപ്പം എത്രാമത്തെ റാങ്ക് ആയിരുന്നു? എനിക്ക് 1900 റാങ്ക് ആയിരുന്നു. 1900 റാങ്കാണ്. ഇനിയും അതിൻ്റെ ഒരു കോമൺ സ്ട്രക്ചർ പറയുകയാണെങ്കിൽ ഈ ഒരു എക്സാമിന് പ്രിലിമിനറി ഉണ്ട്, മെയിൻസ് ഉണ്ട്, ഇൻ്റർവ്യൂ ഉണ്ടോ? ഇൻ്റർവ്യൂ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും ഇവർക്കൊക്കെ ഡിഗ്രി തലത്തിലുള്ള ഒരു എക്സാമാണ്. അതിനൊരു പ്രിലിമിനറി ഉണ്ട്, മെയിൻസ് ഉണ്ട്. ഇനിയും അതിന് മെയിൻസിന് ഒരൊറ്റ പേപ്പറാണോ 2 പേപ്പറാണോ നമ്മൾ പഠിക്കുന്നത്? മാം, മെയിൻസിന് ആക്ച്വലി ഒരു പേപ്പറാണുള്ളത്. അപ്പോൾ ഒരു പേപ്പറിനകത്ത് ഇതിന് കേരള ഗവേണൻസിൻ്റെ ഒരു സ്പെഷ്യൽ ടോപ്പിക്ക് ഈ മെയിൻസ് പേപ്പറിലുണ്ട്. ബാക്കി പ്രിലിംസ് എന്ന് പറയുന്നത് കോമൺ ഡിഗ്രി പ്രിലിമിനറിയുടെ സിലബസ് തന്നെയാണ്. അപ്പോൾ ആദ്യ ഡിഗ്രി ലെവൽ പ്രിലിംസ് എഴുതുന്നു, ദെൻ നമുക്ക് ടയർ 1ലും എക്സാംസ് എഴുതാമോ? അതായത് നമ്മൾ ഈ പറഞ്ഞ കാറ്റഗറി 1ൽ കുറേ കമ്പനികളുണ്ട്, കാറ്റഗറി 2ൽ രണ്ട് കുറച്ച് കമ്പനികളുണ്ട്. ഇത് രണ്ടിലും നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്ത് ഒരു ഉദ്യോഗാർത്ഥിക്ക് പരീക്ഷ എഴുതാൻ സാധിക്കുമോ? അതോ കട്ട് ഓഫിനെ ബേസ് ചെയ്തിട്ടാണോ നമ്മൾ കാറ്റഗറി 2 വേണോ 1 വേണോ എന്ന് തീരുമാനിക്കുന്നത്? ആക്ച്വലി ഇതിൻ്റെ കട്ട് ഓഫ് വ്യത്യാസപ്പെട്ടതാണ് പ്രിലിംസ് പരീക്ഷയ്ക്ക്. പക്ഷെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്തും കൺഫർമേഷൻ കൊടുക്കുന്ന സമയത്തും ഒക്കെ ഇത് സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ ചില ഉദ്യോഗാർത്ഥികൾ KSFE എന്ന കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, ആപ്ലിക്കേഷന് കൺഫർമേഷൻ കൊടുത്തു, പക്ഷേ KSRTCക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് അവർക്ക് KSFE എക്സാം എഴുതാൻ പറ്റി, പക്ഷേ KSRTCയുടെ എക്സാം എഴുതാൻ പറ്റിയില്ല. KSRTC മാത്രമല്ല അതിനകത്ത് ഉൾപ്പെടുന്നത്. ഞാനൊരു കോമൺ ആയിട്ട് പറഞ്ഞതാണ്. ലീഡിംഗ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് പോലെ ഞാനത് ഒരു പറഞ്ഞാണ്. ഇപ്പം KSFEയുടെ ലിസ്റ്റിനെ ഉദ്യോഗാർത്ഥികൾ KSFE ജൂനിയർ അസിസ്റ്റന്റ് ലിസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. പക്ഷേ KCB വാട്ടർ അതോറിറ്റി പോലെയുള്ള വലിയ കോർപ്പറേഷൻസും അവിടെ നിയമനങ്ങൾ നടത്തുന്നുണ്ട്. ഓക്കെ. ഇനിയും അടുത്തത് നമ്മുടെ പ്രിലിമിനറിക്ക് എല്ലാ ഡിഗ്രി ലെവൽ പ്രിലിംസിനും സത്യം പറഞ്ഞാൽ ഒരേ പാറ്റേൺ ആണുള്ളത്. ഉദ്യോഗാർത്ഥികൾക്ക് എത്രമാത്രം മനസ്സിലാവുമെന്ന് അറിയത്തില്ല. പുതിയതായിട്ട് എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും അതിനൊരു ക്ലാരിറ്റി വേണ്ടത്. അപ്പോൾ നമുക്ക് ആ ഒരു പോർഷൻ പറഞ്ഞു കൊടുക്കാം. എന്തൊക്കെയാണ് ഒരു ഡിഗ്രി ലെവൽ പ്രിലിംസിൽ പഠിക്കേണ്ടത്? മാത്സ് പഠിക്കണം, ഇംഗ്ലീഷ് പഠിക്കണം, മലയാളം പഠിക്കണം. തീർച്ചയായും. അതായത് എക്സാം പാസ്സാവണമെങ്കിൽ ഈ 3 സബ്ജക്റ്റാണ് അല്ലേ? 50 മാർക്കിൻ്റെ വെയിറ്റേജ് വരുന്നത് ഈ ഒരു പാർട്ട്. എപ്പാർട്ട് ഇത് 50 മാർക്ക് എന്തൊക്കെ സബ്ജക്റ്റുകളാണ്? മാം പറഞ്ഞ പോലെ തന്നെ എക്സാമിനേഷൻ്റെ, പ്രത്യേകിച്ച് പ്രിലിമിനറി എക്സാമിനേഷൻ്റെ കോർ എന്ന് പറയുന്നത് മാത്സ്, മലയാളം, ഇംഗ്ലീഷ് തന്നെയാണ്. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ PSCയിലേക്ക് ചുവട് വെച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ആർക്കും തന്നെ അതിലൊരു സംശയം ഉണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ വരുന്നത് നമ്മുടെ സ്റ്റാറ്റിക് പോർഷൻസ് ആണ്. ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ തന്നെ കെമിസ്ട്രി, ബയോളജി, ഫിസിക്കൽ സയൻസ് പോലെയുള്ള സയൻസ് ആൻഡ് ടെക്നോളജി, കറണ്ട് അഫയേഴ്സ് പോലെയുള്ള സബ്ജക്റ്റുകളാണ് പിന്നെ വരുന്നത്. അപ്പോൾ ഈ സബ്ജക്റ്റുകളിലെല്ലാം കൂടെയാണ് ബാക്കി 50 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ആദ്യം സ്റ്റാറ്റിക് പോർഷൻ കവർ ചെയ്യുക, പിന്നെ നമുക്ക് ഇതിന് മുകളിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്യുക. ഇപ്പോൾ സ്റ്റാറ്റിക് പോർഷൻസ് ഞാൻ ഉദ്ദേശിച്ചത് SCERT, NCERT ടെക്സ്റ്റ് ബുക്കുകളാണ്. ആദ്യം പഠിച്ചു ഒരു ഉദ്യോഗാർത്ഥി ഒരു ഡിഗ്രി ലെവൽ എക്സാം ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ആദ്യം നമുക്ക് SCERT പഠിച്ചു തുടങ്ങാൻ പറയാൻ പറ്റും. തീർച്ചയായും SCERT വേണം, SCERT പഠിച്ചു തുടങ്ങാൻ പറ്റും. പക്ഷെ പാരലി നമ്മൾ കൊണ്ടുപോകണ്ടേ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം? തീർച്ചയായിട്ടും. എന്ന് വെച്ചാൽ പാരലലിയും ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്തുകൊണ്ട് തന്നെ, എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുകൊണ്ടാണ് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം കൊടുക്കാൻ പറ്റും. അതായത് അങ്ങനെ ഒരു അവർ പഠിച്ചു തുടങ്ങേണ്ടവർ, ഈ വർഷം എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്നവർ പഠിച്ചു തുടങ്ങേണ്ടത് ഈ ഒരു പാറ്റേണിലായിരിക്കണം അല്ലേ? അങ്ങനെ പഠിച്ചു തുടങ്ങിയുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കട്ട് ഓഫ് എന്ന് പറയുന്നത് നമുക്ക് കട്ട് ഓഫ് വേഗത്തിൽ ക്ലിയർ ചെയ്യാൻ സാധിക്കും. അതെ. ഇപ്പം ഇത് എനിക്ക് തോന്നുന്നു ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന 90% ആളുകൾക്കും അറിയാം മാത്സ്, മലയാളം, ഇംഗ്ലീഷാണ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതെന്നും അവരെ റാങ്കിലേക്കും ജോലിയിലേക്കും നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് മാത്സ്, മലയാളം, ഇംഗ്ലീഷ് എന്ന് അറിയാമെങ്കിലും അവർ ഇതിനായിട്ടുള്ളൊരു പ്രിപ്പറേഷൻ ലാസ്റ്റ് മിനിറ്റിലേക്കാണ് 90% ഉദ്യോഗാർത്ഥികളും വയ്ക്കുന്നത്. അപ്പോൾ ഈ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം സാധാരണ രീതി പഠിക്കാൻ വേണ്ട മെറ്റീരിയൽ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റത്തില്ലേ? തീർച്ചയായും. മലയാളമൊക്കെ എനിക്ക് തോന്നുന്നു ഇവർ പലപ്പോഴും ക്വസ്റ്റ്യൻസ് ഒന്നും കാണുന്നില്ല. മാത്സ്, ഇംഗ്ലീഷ്, മലയാളമാണ് നമ്മൾ പഠിക്കേണ്ടത് പറഞ്ഞു. അപ്പോൾ മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിന് അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കുന്നത് പറഞ്ഞാൽ സാർ എന്ത് പറയും? എന്തൊക്കെ കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കണം? മാത്സ്, ഇംഗ്ലീഷ്, മലയാളം പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല അതൊരു വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമായിരിക്കുമെന്ന്. കാരണം അത്രത്തോളം റിസോഴ്സസ് നമ്മുടെ ചുറ്റുപാടും ഉള്ള ഒരു സമയത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ നേരത്തെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ടെക്സ്റ്റ് ബുക്ക് മേടിക്കുക, അത് മാത്രം പഠിക്കുക. പക്ഷേ ഇന്ന് ടെക്സ്റ്റ് ബുക്കിൽ ഒതുങ്ങുന്നില്ല. നമുക്കിപ്പോൾ ഒരു മൊബൈൽ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഏത് റിസോഴ്സസ് വേണം, എന്ത് വേണമെങ്കിലും നമുക്ക് മൊബൈൽ ഫോണിൽ ആക്സസബിൾ ആണ്.
അപ്പം ഇതിൽ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് എന്താണ് പഠിക്കേണ്ടതെന്നാണ് ഉദ്യോഗാർത്ഥികൾ ആദ്യമായിട്ട് തീരുമാനിക്കേണ്ടത്. പിന്നെ ഈ മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇത് കുറച്ചൊക്കെ ചെയ്തു നോക്കണം. തീർച്ചയായിട്ടും. കാരണം മറ്റുള്ള വിഷയം 50 മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് സത്യം പറയും മൊബൈലിലുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു നോട്ടിൽ പോകാമായിരുന്നു. പക്ഷേ റീസണിങ്ങും ആപ്റ്റിറ്റ്യൂഡും നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് വരുന്നവരോട് നമുക്ക് പ്രധാനമായും പറയാനുള്ളത് ഈ പറയുന്ന വിഷയത്തിന് പ്രാധാന്യം കൊടുക്കുകയും അത് ചെയ്തു നോക്കാൻ, അല്ലേ, മിനിമം സമയത്തിനുള്ളിൽ ചെയ്തു നോക്കാനുള്ള അങ്ങനെ ഒരു സ്കില്ല് അവർ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ പാർട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഇതേ സെയിം കാര്യങ്ങളാണ് അവിടെ വരുന്നത്. ഉദ്യോഗാർത്ഥികളുടെ കയ്യിൽ റിസോഴ്സസ് വേണ്ടതിൽ കൂടുതലുണ്ട്. അപ്പോൾ ഈ റിസോഴ്സസിൽ നിന്ന് എന്താണ് പഠിക്കേണ്ടതെന്ന്, എങ്ങനെയാണ് ഇത് പഠിക്കേണ്ടതെന്ന്, ഇപ്പോൾ ആക്ച്വലി നമ്മൾ ഈ പറയുന്ന 100 മാർക്കിൻ്റെ കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ 1 വർഷം കൊണ്ട് തീർക്കാം. വേണ്ട രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 6 മാസം കൊണ്ട് തീർക്കാം. ഇനി അല്ല, ഇത് മുഴുവൻ നമുക്ക് എക്സ്പേർട്ടുകളാവണമെന്നുണ്ടെങ്കിൽ 2 വർഷം കൊണ്ടും 3 വർഷം കൊണ്ടും തീർക്കാവുന്ന സബ്ജക്റ്റുകളാണ്, സിലബസ് ആണ് ഇതിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എന്താണ് പഠിക്കേണ്ടതെന്ന് ഉദ്യോഗാർത്ഥികൾക്ക് കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ, ഇന്നത്തെ കാലത്ത് നമ്മൾ നിരവധി റാങ്ക് ലിസ്റ്റിനകത്ത് 19 വയസ്സിലും 20 വയസ്സിലും 21 വയസ്സിലുമൊക്കെ റാങ്ക് ലിസ്റ്റിൽ നേടുന്ന, അപ്പം 10th ലെവലാണെങ്കിലും ഡിഗ്രി ലെവലാണെങ്കിലും വളരെ ചെറിയ പ്രായത്തിൽ റാങ്ക് ലിസ്റ്റിൽ കയറുന്ന ഒട്ടേറെ ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഉദ്യോഗാർത്ഥികൾക്ക് ഒന്നെങ്കിൽ അവർക്ക് എവിടെന്നെങ്കിലും ഗൈഡൻസ് കിട്ടി ഇത് ഇങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് അവർ നാക്ക് മനസ്സിലായിട്ടുണ്ടാവും. അല്ലെങ്കിൽ അവർ സ്വമേധയാ ഇതാണ് PSCയുടെ നാക്ക് എന്ന് അവർ സ്വമേധയാ അത് മനസ്സിലാക്കി മുന്നോട്ട് വന്നവരായിരിക്കാം. അപ്പം സാറേ, നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ ലിസ്റ്റുണ്ട്. ആ ലിസ്റ്റിന് എങ്ങനെയുണ്ട്? നിയമനങ്ങളൊക്കെ നടന്ന ലിസ്റ്റാണോ? ഇപ്പോഴും 2027 നിങ്ങളുടെ ഈ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് ലിസ്റ്റ് തീരാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ആ ലിസ്റ്റിനെ പറ്റി ഒന്ന് സംസാരിക്കും. ആ ലിസ്റ്റിൻ്റെ ഇപ്പോഴത്തെ ഒരു കറണ്ട് എവിടെ നിൽക്കുകയാണ് ആ ലിസ്റ്റ്? ഇപ്പം ചില ലിസ്റ്റുകൾ വളരെയധികം നെഗറ്റീവ് പബ്ലിസിറ്റി കൊടുത്ത് നിയമനങ്ങളില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ സപ്ലൈകോ. അപ്പോൾ ASM എന്ന ലിസ്റ്റിനകത്ത് നിയമനങ്ങൾ നടക്കുന്നില്ല എന്നുള്ളൊരു വ്യാപക പ്രചരണത്തിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ വെബിനാറിൽ നമുക്ക് ബോധ്യപ്പെടുത്താൻ സാധിച്ചു 1900-ഓളം നിയമനങ്ങൾ ഏകദേശം 2 വർഷത്തോളം ആയപ്പോൾ തന്നെ അവിടെ നടന്നു കഴിഞ്ഞു. ലിസ്റ്റ് നടന്നു കഴിഞ്ഞു. ഇനിയും 1 വർഷം ആ ലിസ്റ്റിന് വാലിഡിറ്റി ഉണ്ട്. തിരുവനന്തപുരം, കൊല്ലം പോലെയുള്ള ജില്ലകളിൽ 300 കടന്നു നിയമനങ്ങൾ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് നമ്മളിവിടെ ഒരു നിയമനങ്ങൾ പോലും നടക്കുന്നില്ല എന്ന് പറയുന്നത്. ഇപ്പോൾ വയനാട്, അതുപോലെ തന്നെ കാസർഗോഡ് പോലെയുള്ള ജില്ലകളെ ഏത് ലിസ്റ്റ് എടുത്താലും എല്ലാ കാലഘട്ടങ്ങളിൽ എടുത്താലും അവിടെ വേക്കൻസി കുറയാനുള്ള, അവിടെ നിയമനങ്ങൾ കുറയാനുള്ള കാരണം അവിടെ വേക്കൻസികൾ പൊതുവെ കുറവാണ്. ഇപ്പം നമുക്ക് ഇല്ലാത്ത വേക്കൻസിയിൽ മറ്റാർക്കും വേക്കൻസി ക്രിയേറ്റ് ചെയ്ത് ഒരു പരിധിക്കപ്പുറം കൊടുക്കാൻ കഴിയില്ല. പക്ഷേ വേക്കൻസി ഉള്ള ജില്ലകളിൽ അന്നും ഇന്നും ഏത് ലിസ്റ്റ് ആണെങ്കിലും, LD ക്ലർക്ക് ആണെങ്കിലും അതുപോലെ തന്നെ ASM ആണെങ്കിലും തിരുവനന്തപുരം, കൊല്ലം, അതുപോലെ തന്നെ കോട്ടയം, ബാക്കിയുള്ള ഇത്തരത്തിൽ വേക്കൻസികൾ ഉള്ള ജില്ലയിൽ താരതമ്യേന നല്ല രീതിയിൽ തന്നെ ഇന്നും അന്നും നിയമനങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതേ കേസാണ് ഈ കമ്പനി കോർപ്പറേഷൻ്റെ ലിസ്റ്റിനകത്തും ഉള്ളത്. ഇപ്പം നമുക്ക് കഴിഞ്ഞ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ, KSFEയുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ ലിസ്റ്റിനകത്ത് 3900-ഓളം ടോട്ടൽ അഡ്വൈസ് പോയിട്ടുണ്ട്. 3900-ഓളം ടോട്ടൽ അഡ്വൈസ് പോയിട്ടുള്ള ലിസ്റ്റാണ് കഴിഞ്ഞ കമ്പനി കോർപ്പറേഷൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. അതെ. അപ്പോൾ ഈ ലിസ്റ്റിലേക്ക് എടുത്തു വന്നത്, അപ്പോൾ കഴിഞ്ഞ ലിസ്റ്റിൽ ഏകദേശം 3250-ഓളം OC ആണ് പോയിട്ടുള്ളത്. അതായത് ഓപ്പൺ കാറ്റഗറി, റിസർവേഷൻ ഇല്ലാത്ത ഓപ്പൺ കാറ്റഗറിയിൽ പോയിട്ടുള്ളത് 3200 ആണ്. അപ്പോൾ അതൊരു ചെറിയ സംഖ്യയല്ല. അതെ. അപ്പോൾ ഈ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം ഈ ഒരു ലൈവ് ലിസ്റ്റ്, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ലൈവ് ലിസ്റ്റിനകത്ത് ഏകദേശം 3750-ഓളം മെയിൻ ലിസ്റ്റിൽ ഉദ്യോഗാർത്ഥികളുണ്ട്. അത് രണ്ടും കൂടെ കൂട്ടിയിട്ടാണോ 3700? അതോ നിങ്ങളുടെ ആ ഒരു കാറ്റഗറി 2-ൽ തന്നെ പറയുകയാണ്? കാറ്റഗറി 2-ൽ മാത്രമാണ് പറയുന്നത്. കാറ്റഗറി 2-ൽ മാത്രമാണ് പറയുന്നത്. KSFEയുടെ ലിസ്റ്റിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതെ. അപ്പോൾ KSFEയുടെ ലിസ്റ്റ്, ഈ ലൈവ് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ KSFEയുടെ ലിസ്റ്റിനകത്ത് ഇപ്പോൾ തന്നെ ഏകദേശം 1800-ഓളം നിയമനങ്ങൾ നടന്നു കഴിഞ്ഞു. അത് ഒരു വർഷം കൊണ്ടാണ്. 1800-ഓളം നിയമനങ്ങൾ നടന്നു കഴിഞ്ഞു. മാർച്ച് മാസം 2024 ഈ ലിസ്റ്റ് പ്രാബല്യത്തിൽ വരുന്നത്. അപ്പൊ അതിനുശേഷം 2024 മാർച്ച് മാസം പ്രാബല്യത്തിൽ വരുന്നത്. അപ്പൊ അന്ന് പ്രാബല്യത്തിൽ വന്ന ലിസ്റ്റ് ഇപ്പൊ ഏകദേശം 1 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഈ 1 വർഷത്തും കൊണ്ട് ഇത് ഏകദേശം 1700-ഓളം നിയമനങ്ങൾ നടന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി ലിസ്റ്റിന്റെ കാലാവധി 2 വർഷം കൂടെ കിടപ്പുണ്ട്. 2027 മാർച്ച് വരെയാണ് നമ്മുടെ ഈ ഒരു 2027 മാർച്ച് വരെയാണ് ലിസ്റ്റ് ഉള്ളത്. അതെ. അപ്പോൾ ഇനി ഒരു ഉദ്യോഗാർത്ഥി, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇവർക്ക് എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ലിസ്റ്റ് എങ്ങനെയാണ്, എത്ര നാളുണ്ടാകും എന്ന് മനസ്സിലായി. 2027 മാർച്ചിൽ തീരാൻ പോകുന്ന ലിസ്റ്റിന് സത്യം പറഞ്ഞാൽ എത്ര നാൾ മുമ്പായിരിക്കും PSC ഒരു നമുക്കറിയാൻ പറ്റും അല്ലേ? PSC വിളിച്ചു തുടങ്ങുന്നത് ഏകദേശം ഒരു 1.5 വർഷമെങ്കിലും മുൻപ് ഇതിന്റെ ഒരു ആക്ഷൻസ് വരേണ്ടേ? തീർച്ചയായും. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നു
പറയുന്നത് PSCയുടെ ഒരു ലിസ്റ്റ് തീരുന്ന സമയത്ത് തന്നെ PSCയുടെ പുതിയ ലിസ്റ്റ് അവിടെ വന്നിട്ടുണ്ടായിരിക്കും. അതെ, LPSC ഒക്കെ കറക്റ്റ് ആണ്. പറഞ്ഞ ഡേറ്റിൽ തന്നെ LPSCയുടെ 30-ാം തീയതി ആണെന്ന് തോന്നുന്നു. എന്റെ ഓർമ്മയിൽ 30-ാം തീയതി ലിസ്റ്റ് അവസാനിച്ചപ്പോൾ 31-ാം തീയതി പുതിയ ലിസ്റ്റ് പ്രാബല്യത്തിൽ. രാവിലെ 10 മണിയായപ്പോഴത്തേക്ക്. അതെ, അപ്പം മിക്ക റാങ്ക് ലിസ്റ്റുകളിൽ ഇപ്പോൾ CPO ആണെങ്കിലും മറ്റേത് റാങ്ക് ലിസ്റ്റ് എടുത്താലും PSC ഇതേ മാതൃകയാണ് ഇപ്പോൾ തുടർന്നുകൊണ്ട് പോകുന്നത്. അപ്പം നമുക്ക് പ്രതീക്ഷിക്കണം ഈ ഒരു ലിസ്റ്റ് മാർച്ച് മാസത്തിൽ 2027 തീരുന്നത്. KSFയുടെ ലിസ്റ്റ് മാർച്ച് മാസം 2027 KSRTCയുടെയും ഏകദേശം അതേ സെയിം 2027 തുടക്കത്തിലാണ് തീരുന്നത്. അപ്പോൾ എന്നാണോ ലിസ്റ്റ് തീരുന്നത് അതിന്റെ പിറ്റേ ദിവസം തന്നെ നിങ്ങൾക്ക് അടുത്ത ലിസ്റ്റ് പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ PSC വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അതെ, അപ്പം അത്രത്തോളം എഫിഷ്യന്റ് ആയിട്ടുണ്ട് ഇന്നത്തെ PSC എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് എല്ലാ മേഖലയാണ്. ഇപ്പം അഡ്വൈസ് അയക്കുന്ന സമയത്താണെങ്കിലും ഇന്നൊരു അഡ്വൈസ് വന്നിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ KSFയുടെ ലിസ്റ്റ് നോക്കുന്നത് കൊല്ലം PSC ആണ്. അപ്പോൾ കൊല്ലം PSCയിൽ നിന്ന് അഡ്വൈസ് ഏകദേശം ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയിൽ കൂടുതൽ അവർ അധികം താമസിപ്പിക്കാറില്ല. അപ്പോൾ അത്രത്തോളം സ്പീഡിലാണ് അഡ്വൈസുകൾ പോകുന്നത്. ഇപ്പോൾ വാട്ടർ അതോറിറ്റി ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് KSFയുടെ ലിസ്റ്റിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള വേക്കൻസികളാണ് 29 വേക്കൻസി വാട്ടർ അതോറിറ്റിയിൽ നിന്ന്. അപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ 29 വേക്കൻസി റിപ്പോർട്ട് ചെയ്ത് ഒരാഴ്ചക്കകം തന്നെ അഡ്വൈസ് പോയി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ എത്രമാത്രം ഫാസ്റ്റ് ആണ് നമ്മുടെ PSC വളരെ എഫിഷ്യന്റ് ആണ്. വീണ്ടും പുതിയ മാറ്റങ്ങളൊക്കെ തീർച്ചയായിട്ടും PSCയിൽ ഉണ്ടാകും. അതൊക്കെ എല്ലാം ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നല്ലതിന് വേണ്ടി തന്നെയാണ്. തീർച്ചയായും അത് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്ന മാതൃകയാണെങ്കിലും അഡ്വൈസുകൾ പുറപ്പെടുവിക്കുന്ന രീതികളാണെങ്കിലും എല്ലാ രീതിയിലും PSC വളരെ എഫിഷ്യന്റ് ആയിട്ടുണ്ട്. കമ്പാരിറ്റീവ്ലി പഴയതിൽ വെച്ച് നോക്കും. അതെ. ഇനി വീണ്ടും ഈ ഒരു എക്സാമിന്റെ മെയിൻസ് പാർട്ടിലേക്ക് വരുമ്പോൾ പ്രിലിമിനറി ക്ലിയർ ചെയ്ത ശേഷം എത്ര നാൾക്ക് ശേഷമായിരുന്നു സാർ ഇത് പഠിച്ചു തുടങ്ങിയത്? അതോ ഒരുമിച്ച് തന്നെയാണോ പ്രിലിമിനറി മെയിൻസും പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നത്? ഞാൻ പഠിച്ച മാതൃകയിൽ നിന്നും എനിക്ക് പറയാൻ സാധിക്കുന്നതിൽ ബെറ്റർ ആയിട്ട് ഏത് മാതൃകയാണ് പിന്തുടർന്നാൽ നിങ്ങൾക്ക് കൂടുതൽ എഫിഷ്യന്റ് ആവാൻ കഴിയുക മറ്റുള്ള റാങ്ക് കൂടുതൽ മുമ്പിലോട്ട് നിൽക്കുന്ന അതെ, നമ്മളൊരു പാതയിൽ യാത്ര തുടർന്നു കഴിഞ്ഞിട്ട് ആ പാതയിൽ ഇപ്പോൾ എൻഡ് ചെയ്തു, ഇനിയിപ്പോൾ ജോലിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ ആ സമയത്താണ് നമ്മൾ മനസ്സിലാക്കുക കഴിഞ്ഞ പാതയിൽ നമ്മൾ എന്തൊക്കെയാണ് തെറ്റുകൾ മിസ്റ്റേക്കുകൾ വരുത്തിയിട്ടുള്ളത്. അപ്പോൾ ആ മിസ്റ്റേക്കുകൾ റെക്ടിഫൈ ചെയ്തിട്ട് എനിക്ക് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ എന്തൊക്കെയായിരുന്നു? ആക്ച്വലി നമ്മൾ ഈ പ്രിലിമിനറി പരീക്ഷയും മെയിൻ പരീക്ഷയും രണ്ടായിട്ടാണ് എല്ലാ ഉദ്യോഗാർത്ഥികളും എന്നെ പോലെ തന്നെയാണ്. ഞാൻ അന്നത്തെ സമയത്ത് കണ്ടുകൊണ്ടിരുന്ന പോലെ തന്നെ ഇന്നത്തെ ഉദ്യോഗാർത്ഥികൾ പ്രിലിമിനറി പരീക്ഷയും മെയിൻ പരീക്ഷയും സെപ്പറേറ്റ് ആണ് എന്നുള്ള രീതിയിലാണ് കാണുന്നത്. ക്ലിയർ ചെയ്തിട്ട് പഠിക്കാം എന്നുള്ളതാണ് കാണുന്നത്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മാതൃക എന്ന് പറയുന്നത് നിങ്ങൾ മെയിൻ പരീക്ഷയാണെങ്കിലും പ്രിലിമിനറി പരീക്ഷയാണെങ്കിലും ഇതിനകത്ത് സിലബസ് ഏകദേശം സെയിം ആണ്. ഇനിയിപ്പോൾ കമ്പനി കോർപ്പറേഷൻ്റെ ലിസ്റ്റാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ കേരള ഗവേണൻസ് സംബന്ധിച്ചുള്ള ഒരു സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഒരു 10ഓളം മാർക്കുകൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അത്ര കോൺഫിഡൻറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു 10-15 മാർക്ക് മാറ്റി വെച്ചേരും. ആ ഒരു 15 മാർക്ക് മാറ്റി വെച്ചിട്ട് ബാക്കി നിങ്ങൾക്ക് ഒരുമിച്ച് പഠിച്ചു പോകുന്നതാണ് ഏറ്റവും നല്ല രീതി എന്ന് പറയുന്നത്. അത് പലരും നമുക്ക് റാങ്ക് ലിസ്റ്റ് കയറിയ പലരും ഈ കാര്യം തന്നെയാണ് പറയുന്നത്. നമ്മൾ നമ്മുടെ കുട്ടികളോട് പറയുന്നത് ഇത് തന്നെയാണ്, നേരത്തെ പഠിച്ചു തുടങ്ങുക, മെയിൻസും പ്രിലിംസും വേർതിരിവ് വേണ്ട, ഒരുമിച്ച് പഠിച്ചു തുടങ്ങുക. നേരത്തെ പഠിച്ചു തുടങ്ങുക, പഠിക്കേണ്ടത് പഠിക്കുക. ഇപ്പം എനിക്ക് ഓർമ്മ വരുന്നത് നമ്മൾ ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തുള്ള മിറാക്കിൾ ബാച്ച് ആയിരുന്നു. അപ്പം മിറാക്കിൾ ക്രാഷ് കോഴ്സിനകത്ത് നമ്മൾ കൃത്യം 40 ദിവസത്തെ ടൈം ടേബിൾ വെച്ചിട്ടാണ് ആദ്യത്തെ ബാച്ച് പോയത്. അപ്പോൾ ആ ആദ്യത്തെ ബാച്ച് പോയ സമയത്ത് നമ്മൾ 40 മണിക്കൂറിനകത്ത് 4 മണിക്കൂറിനാണ് നമുക്ക് എക്കണോമിക്സിന് കിട്ടിയത്. റെക്കോർഡഡ് വേറെ സെക്ഷൻ കുറച്ച് ഉണ്ടായിരുന്നു. പക്ഷേ ഈ 4 മണിക്കൂർ മാത്രം എടുക്കാം. 4 മണിക്കൂർ മാത്രം എടുത്താൽ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോ അവൈലബിൾ ആണ്. ഈ 4 മണിക്കൂർ ഓരോ മണിക്കൂറിലും ഓരോ മാർക്ക് നമുക്ക് ആ ഉദ്യോഗാർത്ഥികൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഓരോ മണിക്കൂറിലും ഓരോ മാർക്കാണ് ഉദ്യോഗാർത്ഥിക്ക് കിട്ടിയത്. അത് ക്വസ്റ്റ്യൻ പേപ്പർ വന്നപ്പോൾ സാർ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ വന്നപ്പോൾ ഞാൻ അതിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ പഠിപ്പിച്ചതിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് എന്താണ് പഠിക്കേണ്ടതെന്ന് ഒരു ഉദ്യോഗാർത്ഥിക്കാണെങ്കിലും ഒരു അധ്യാപകനാണെങ്കിലും മനസ്സിലായി കഴിഞ്ഞാൽ, അധ്യാപകന് മനസ്സിലായാൽ അതേ മാതൃക ഉദ്യോഗാർത്ഥികളെ ഗൈഡ് ചെയ്യാൻ സാധിക്കും. ഭയങ്കര കാര്യം, അത് സത്യമാണ് അല്ലേ? നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യത്തെ സമയത്തൊക്കെ നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ഇത്രയും ഫാസ്റ്റായിട്ട് ഒരു എക്സാം ക്ലിയർ ചെയ്യേണ്ട സ്ട്രാറ്റജി പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ പരാജയത്തിലായി, അത് കഴിഞ്ഞ ശേഷം ആ സ്ട്രാറ്റജീസ് നമ്മൾ എന്ത് ചെയ്യും, ഉപയോഗിക്കും കുട്ടികൾക്ക്. പിന്നെ കുറേ വർഷങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും. തീർച്ചയായിട്ടും പരാജയത്തിൽ കൂടി വിജയത്തിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എവിടേക്കാണ് കാല് വഴുതി പോയതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു മാതൃക തന്നെയാണ് ഞാൻ സ്വീകരിച്ചത്. ആ 4 മണിക്കൂർ എനിക്ക് കിട്ടിയെങ്കിൽ ആ 4 മണിക്കൂറിലും ഏറ്റവും എഫക്റ്റീവായിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഞാൻ കവർ ചെയ്തത്. ആക്ച്വലി നമ്മുടെ അത് 4 മണിക്കൂറും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിരുന്നു കൂടുതലായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ 4 മണിക്കൂറിൽ 4 മാർക്ക് ഉദ്യോഗാർത്ഥികൾക്ക്
കിട്ടാൻ തക്കതായിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തത്. ഇനിയും വീണ്ടും ഇപ്പോൾ പരാജയത്തിൽ ഒരു കാര്യം പറഞ്ഞു, സാറ് പറഞ്ഞു ഒരുമിച്ച് പഠിക്കണമെന്ന് പറഞ്ഞു. പിന്നീട് ആ സമയം ഫേസ് ചെയ്ത ചാലഞ്ചസ് എന്തൊക്കെയായിരുന്നു? ഒരുമിച്ച് പ്രിലിംസും മെയിൻസും ഒരുമിച്ച് പഠിക്കുന്ന രീതിയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചാലഞ്ച് എന്ന് പറയുന്നത്, ഞാനിപ്പം ആ ഒരു പോയിന്റിലേക്കാണ് എത്തിയത്. നമ്മൾ എന്താണ് പഠിക്കേണ്ടതെന്ന് ഉദ്യോഗാർത്ഥികൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ ഒരു ഭൂരിഭാഗം ഉദ്യോഗാർത്ഥികൾക്കും ഇല്ല. അപ്പോൾ അത് ഇല്ലാത്തതിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു റീസൺ എന്ന് പറയുന്നത് റിസോഴ്സസ് ഓവർലോഡിങ് തന്നെയാണ്. അപ്പോൾ ഓവറായിട്ട് നമ്മുടെ കയ്യിലേക്ക് റിസോഴ്സസ് എത്തുമ്പോഴത്തേക്കും നമുക്ക് ഇത് മുഴുവൻ പഠിച്ച് തീർത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സാമിന് നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടില്ല എന്നൊരു തോട്ട് പ്രോസസ്സാണ് എക്സാമിനേഷൻ. അവിടെ എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഇപ്പോൾ ഈ ഒരു എക്സാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇനിയിപ്പോൾ ഞാൻ കൂടുതൽ കൈകാര്യം ചെയ്ത HSI പരീക്ഷകളൊക്കെ ഉണ്ടല്ലോ, അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്യോഗാർത്ഥി ഈ പറയുന്ന സെറ്റ് എക്സാമിനോ നെറ്റ് എക്സാമിനോ ഒക്കെ പ്രിപ്പയർ ചെയ്തൊരു ഉദ്യോഗാർത്ഥിയായിരിക്കും. അവർ ഈ റിസോഴ്സസ് അറ്റ് PSC ലെവലിൽ ചിന്തിക്കത്തതേയില്ല. ഇത് മുകളിൽ ചിന്തിക്കും, ഇതല്ല പോരാ കുറേയും കൂടെ പഠിക്കണം, സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്യണം. ഇതാണ് പല ഉദ്യോഗാർത്ഥികളും ചെയ്യുന്നത്. അപ്പോൾ എന്നെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന സമയത്തിനുള്ളിൽ പോർഷൻസ് തീർക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എല്ലാം പഠിച്ചിട്ടാണ് ഒരു PSC പരീക്ഷയ്ക്ക് ചെല്ലേണ്ടത്, ഈ സിലബസ് മുഴുവൻ കവർ ചെയ്താലേ PSC പരീക്ഷ കിട്ടൂ എന്നൊരു ധാരണയാണ്. തീർച്ചയായും അത് എനിക്ക് തോന്നുന്നു അത് ചിലപ്പം പരാജയത്തിലേക്കായിരിക്കും. ഏറ്റവും അത് നോക്കിക്കഴിഞ്ഞാൽ ക്ലാസ് ടെസ്റ്റിൽ ഏറ്റവും ഫ്രണ്ട് നിൽക്കുന്നവരൊന്നുമല്ല PSC റാങ്ക് ലിസ്റ്റിൽ വരുന്നത്. ഇതൊരു ശരിക്കും എലിമിനേറ്റ് ചെയ്യേണ്ടതിനെ എലിമിനേറ്റ് ചെയ്തും വേണ്ടതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ട്രിക്ക് മനസ്സിലായി. PSCയുടെ ആ ഒരു പുതിയ മാതൃക വന്നതിൽ പിന്നെയാണ് ഈ ഒരു റൂട്ടിലേക്ക് ഉദ്യോഗാർത്ഥികൾ മാറേണ്ടതായിട്ടുള്ള അത്യാവശ്യകത വന്നിട്ടുള്ളത്. ഇപ്പം ടെക്സ്റ്റ് ബുക്കുകൾ, നമുക്ക് എത്ര ടെക്സ്റ്റ് ബുക്കുകൾ വേണമെങ്കിലും പഠിക്കാം, എത്ര ഫാക്റ്റുകൾ വേണമെങ്കിലും നമുക്ക് പഠിക്കാൻ കഴിയും. പക്ഷേ വേണ്ടത് പഠിച്ചിട്ട് ആ ഒരു പഠിച്ച കാര്യം വെച്ച് നമ്മൾ എക്സാമിനേഷനെ എങ്ങനെ സമീപിക്കുന്നു എന്നതാണ്. ആ ഒരു സമയത്തെ ആ ഒരു കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ഈ ക്വസ്റ്റ്യനെ എങ്ങനെ എലിമിനേറ്റ് ചെയ്യുന്നു, ആ ഒരു ക്വസ്റ്റ്യനിലെ ഓപ്ഷൻസിലേക്ക് നമുക്ക് കൃത്യമായിട്ട് എങ്ങനെ എത്താൻ കഴിയുന്നു എന്നത് തീർച്ചയായിട്ടും. അത് കഴിഞ്ഞ സെക്രട്ടേറിയറ്റിന്റെ പ്രിലിംസിന്റെ സമയത്ത് ഉദ്യോഗാർത്ഥികൾ ഫേസ് ചെയ്ത മറ്റൊരു ചലഞ്ചാണ് സമയം കിട്ടിയില്ല എന്നുള്ളത്. അപ്പം എനിക്ക് പേഴ്സണലി പരിചയമുള്ള പലർക്കും മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ചെയ്ത് തീർക്കാനോ പകുതിയോളം പോലും എത്താനുമുള്ള നിലവിൽ റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികളാണ്. അപ്പോൾ അവർക്ക് പോലും മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി കൃത്യമായിട്ട് ആ ഒരു ടൈം യൂട്ടിലൈസ് ചെയ്ത് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാനോ ഉള്ള ഒരു സമയം കഴിഞ്ഞ പ്രിലിംസിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ടൈം യൂട്ടിലൈസേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നിറയെ പരീക്ഷകൾ ഇവർ എഴുതണം. ഇതൊക്കെ എനിക്ക് തോന്നുന്നു അവരുടെ വിജയത്തിലേക്ക് നയിക്കുന്ന ഒരു കാര്യമാണ്. എഗെയിൻ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഈ ഒരു ബോർഡിലേക്ക് എത്തുമ്പോൾ ഇതിൻ്റെ ജോബ് സ്വഭാവം എന്താണ്, എന്തൊക്കെയാണ്? ഇപ്പോൾ കൂട്ടുകാർ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിലുള്ള നേരത്തെ ഉണ്ടായിരുന്ന ഒരുപാട് പേരുടെ ഒരു കമ്മ്യൂണിറ്റി നിങ്ങളുടെ കയ്യിലുണ്ട്. അവരൊക്കെ എന്താണ് ഇപ്പോൾ ജോലിയായിട്ട് ചെയ്യുന്നത് എന്നൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഇപ്പോൾ കമ്മ്യൂണിറ്റിയുടെ കാര്യം മാം പറഞ്ഞതുകൊണ്ട് അതിലേക്ക് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാമെന്ന് തോന്നുന്നു. അപ്പം ജോലിയുടെ സ്വഭാവം ഓരോ കമ്പനി കോർപ്പറേഷൻ്റെ വർക്കിംഗ് രീതി അനുസൃതമായിട്ടാണ്. ഇപ്പോൾ നമുക്ക് KSEB ഏകദേശം 208 വേക്കൻസികൾ KSEB നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് 208 വേക്കൻസി റിപ്പോർട്ട് ചെയ്തു. ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ ജോലിയിൽ നിലവിൽ എല്ലാവരും തന്നെ ജോലിയിൽ മുന്നോട്ട് ജോലിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ KSEBയുടെ ഒരു വർക്ക് നേച്ചർ ആയിരിക്കത്തില്ല KSFE എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ. KSFE ഒരു ഫിനാൻഷ്യൽ നേച്ചറിലുള്ള സ്ഥാപനമാണ്. അപ്പോൾ KSEBയുടെ വർക്ക് നേച്ചർ നമുക്കറിയാം. നമ്മളിപ്പോൾ ഈ ലിസ്റ്റിനകത്തു നിന്ന് ക്യാഷ്യർ ആയിട്ടും ജൂനിയർ അസിസ്റ്റൻ്റ് ആയിട്ടുമാണ് KSEBയിലേക്ക് പോകുന്നത്. കൂടുതലായിട്ടും ക്യാഷ്യർ ആയിട്ടാണ് പോകുന്നത്. ജൂനിയർ അസിസ്റ്റൻ്റ് എന്ന തസ്തിക പൊതുവേ KSEBയിൽ കുറവാണ്. വാട്ടർ അതോറിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേകതയുണ്ട്. വാട്ടർ അതോറിറ്റിയുടെ LD ക്ലർക്കായിട്ടാണ് ഈ ലിസ്റ്റിൽ നിന്ന് നിയമനങ്ങൾ പോകുന്നത്. അപ്പോൾ അതിന് മറ്റൊരു കാരണമുണ്ട്. വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. ആ ഡിപ്പാർട്ട്മെൻറ്റ് മാറി ഇപ്പോൾ ഒരു വാട്ടർ അതോറിറ്റി എന്നൊരു കോർപ്പറേഷൻ ബോർഡാക്കി മാറ്റി കഴിഞ്ഞതിന് ശേഷം ഈ ലിസ്റ്റിൽ നിന്ന് വിളിക്കാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ അതിന് സെപ്പറേറ്റ് LD ക്ലർക്കിൻ്റെ ലിസ്റ്റായിരുന്നു നിലവിലുണ്ടായിരുന്നത്. അപ്പോൾ ഈ ലിസ്റ്റിലേക്ക് മാറപ്പെട്ടിട്ടും ആ ഒരു പേര് മാറിയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ LD ക്ലർക്ക് മാറി ജൂനിയർ അസിസ്റ്റന്റ് ആവാൻ അധികം താമസം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് വാട്ടർ അതോറിറ്റി ജൂനിയർ അസിസ്റ്റന്റ് തന്നെയായിട്ടാണ് അന്ന്. അപ്പോൾ ഓരോ ലിസ്റ്റിലും ഓരോ ഡിപ്പാർട്ട്മെന്റിനും അവരുടെ ജോബ് സ്വഭാവം അനുസരിച്ചിട്ടാണ് വ്യത്യസ്തമാണ്. ജോബ് സ്വഭാവം എന്നത് വ്യത്യസ്തമാണ്. വാട്ടർ അതോറിറ്റിയിലെ ജോബേ അല്ല KSFEയിലെ ജോബ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്കറിയാം KSFEയിൽ എല്ലാവർക്കും ചിട്ടിയും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്, ഡെപ്പോസിറ്റുകൾ ഉള്ളതാണ്. അപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഉദ്യോഗാർത്ഥികൾക്ക് അറിയാം എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി അവിടെ കുറച്ചും കൂടെ ഇപ്പോൾ ഈ ബോർഡിലേക്ക് കോർപ്പറേഷനിലേക്ക് ഇവ എത്തിയപ്പം നമ്മൾ ഉദ്യോഗാർത്ഥികൾ പഠിക്കുന്നവരൊക്കെ പറയാറുണ്ട് അത്യാവശ്യം ജോലി കിട്ടിയാലും പടികളുണ്ടാകും അല്ലേ? തീർച്ചയായിട്ടും അതൊക്കെ അവിടെ കുറച്ചും കൂടെ നമുക്കറിയുന്നു. ഗവൺമെന്റ് സ്ഥാപനത്തിൽ സാധാരണ LD ആയിരിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് കൂടുതലല്ലേ ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. ഉദ്യോഗാർത്ഥികൾ പറയും എന്ന് വെച്ചാൽ ഉദ്യോഗാർത്ഥികൾ പലരും കംപ്ലൈന്റ് ചെയ്യാറുണ്ട് ജോലി കൂടുതലാണ്, ജോലി ഭാരമാണ് എന്നുള്ളത്. ആക്ച്വലി ഇപ്പോൾ KSFE എന്ന സ്ഥാപനത്തിൽ കയറുന്ന ഉദ്യോഗാർത്ഥിക്ക് അല്ലെങ്കിൽ ആ ഒരു എംപ്ലോയി ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കയ്യിൽ കിട്ടുന്നത് 42,000 രൂപ 43,000 രൂപയാണ്.
അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഈ 43,000 രൂപ എന്ന അത്രയും നല്ല ഒരു തുക അതെ മറ്റ് പല ഇപ്പം ഡിപ്പാർട്ട്മെന്റിൽ എടുത്താൽ തന്നെ LD ക്ലർക്കായിട്ട് കയറുമ്പോൾ ഇതിന് പകുതി സാലറിയാണ് കിട്ടുന്നത്. അതെ അപ്പോൾ ജോലി സ്വഭാവം വ്യത്യസ്തമായിരിക്കാം. തീർച്ചയായിട്ടും ആയിരിക്കും. നമുക്ക് ആ കിട്ടുന്ന അത്രയും വലിയ നമ്മൾ പ്രൈവറ്റ് സെക്ടറിൽ നല്ല ജോലികളിലൊക്കെ ആകുമ്പോഴാണ് നമുക്ക് ഈ 42,000 രൂപ അവിടെ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി 42,000 രൂപ ഇപ്പൊ ഗ്രോസ് എന്ന് പറയുന്നത് 50,000 മുകളിലാണ്. അതെ. അപ്പം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ വീണ്ടും ശമ്പള പരിഷ്കരണം വരാൻ സാധ്യതയുണ്ട്. അതെ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും വളരെ ലുക്രേറ്റീവ് ആയിട്ടുള്ള ഒരു PSC എക്സാം തന്നെയാണ് ഇതെന്ന് എനിക്ക് ഒരു സംശയമില്ലാതെ പറയാം. 21 വയസ്സ് കഴിയുന്ന ആർക്കും എനിക്ക് തോന്നുന്നു ഡിഗ്രി കഴിയുമ്പം ആ ഒരു ഏജ് ആവും. ആ ഒരു ഏജിലുള്ള ആർക്കും എഴുതിയെടുക്കാവുന്ന ഒരു പരീക്ഷാ സിലബസ് മാത്രമാണുള്ളത്. അല്ലാതെ നമ്മൾ കേട്ടിട്ടില്ലാത്ത സബ്ജക്റ്റുകളോ ഒന്നുമില്ല. ഇവിടെ ഒരു പ്രായത്തിനോ അതായത് കുറേ വർഷം PSC പഠിച്ചിട്ട് മാത്രം അടുത്ത ഡിഗ്രി ലെവൽ എക്സാം എഴുതാം അങ്ങനെയൊന്നും ആരും ചിന്തിക്കേണ്ട. വരുന്ന കുട്ടികൾ പലരും ഫ്രഷേഴ്സായിട്ട് വന്ന് സ്ട്രാറ്റജി മനസ്സിലാക്കിയിട്ട് വേഗത്തിൽ എക്സാം സാർ പറഞ്ഞ ഒരു പോയിന്റ് വളരെ പെട്ടെന്ന് തന്നെ എക്സാം ക്ലിയർ ചെയ്യുന്നുണ്ട് അല്ലേ? എനിക്ക് തോന്നുന്നു ഈ പുതുതായിട്ട് വരാൻ പോകുന്നത് 2025 ലാസ്റ്റോടുകൂടി 2020 ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ ഉണ്ടാകാൻ പോവുകയല്ലേ? തീർച്ചയായിട്ടും 2025 ലാസ്റ്റോട് കൂടി നമുക്ക് എന്തായാലും പുതിയ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്ന നോട്ടിഫിക്കേഷനാണ്. ആ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ കൃത്യം ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ അടുത്ത PSC പരീക്ഷ ഉണ്ടാകുകയാണ്. ഡിഗ്രി തലത്തിൽ ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് നിൽപ്പുണ്ട് അല്ലേ? ആ ഡിഗ്രി കഴിഞ്ഞവർക്ക് മുന്നിലേക്ക് എത്തുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ വരാൻ പോകുന്ന എക്സാംസ്. കാരണം PSCനെ സംബന്ധിച്ച് 2027 മാർച്ച് മാസത്തിൽ പുതിയ ലിസ്റ്റ് ഇടണമെങ്കിൽ 2025 ഏകദേശം നോട്ടിഫിക്കേഷൻ വരണം. 2026 പ്രിലിംസ് പരീക്ഷ, അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ്, അതിനുശേഷം മെയിൻ പരീക്ഷ, അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ്, പിന്നെ മെയിൻ ലിസ്റ്റ്. അപ്പോൾ ഇത്രയും കടമ്പകൾ കടക്കണമെങ്കിൽ ഏകദേശം 1 വർഷത്തോളം ആവും. 1 വർഷമാകും. ഒരുപാട് പേര് ഡിഗ്രി കഴിഞ്ഞിട്ട് ഇനി വോട്ട് ഈസ് നെക്സ്റ്റ്, പുറത്തേക്ക് പോകണോ, ഇവിടെ ജോലി സാധ്യതയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരോട് സാറിന് എന്താണ് ഒരു ഉപദേശം കൊടുക്കാനുള്ളത്? ഉപദേശം എന്ന് പറഞ്ഞാൽ ഈ ജോലി സാധ്യതയുടെ പ്രാധാന്യത്തെ പറ്റി പറയുമ്പോൾ എനിക്ക് ആദ്യമായിട്ട് കമ്മ്യൂണിറ്റിയുടെ വർക്കാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു ലിസ്റ്റാണ് എന്നുണ്ടെങ്കിലും ഇപ്പോൾ നമുക്ക് LPSയുടെ ലിസ്റ്റിൽ നമ്മളൊരു കമ്മ്യൂണിറ്റി ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഹോൾഡേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്നത് നമുക്ക് ജോലി ലഭിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ. കാരണം ഇപ്പോൾ കമ്പനി കോർപ്പറേഷൻസ് എടുക്കുകയാണെങ്കിൽ ആ ഒരു കമ്പനി ഏത് കമ്പനി ആണെങ്കിലും ഇപ്പോൾ KSFE ആണെങ്കിലോ KSEB ആണെങ്കിലോ വാട്ടർ അതോറിറ്റി ആണെങ്കിലോ ആ ഒരു കമ്പനിയിൽ നിലവിലുള്ള വേക്കൻസിയിൽ കണ്ടെത്താനും അത് റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമുള്ള വർക്ക്. ഇപ്പം പഠനം മാത്രമല്ല ഇന്ന് PSC എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പഠനത്തിന് ശേഷം റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കുറച്ചുകൂടി എഫേർട്ട് എടുത്തു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് അത്രയും പെട്ടെന്ന് ജോലിയിൽ കയറാൻ സാധിക്കുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം നല്ല റാങ്ക് മേടിക്കാൻ കഴിയുമോ അത്രത്തോളം നല്ല റാങ്ക് മേടിക്കാൻ കഴിയുക. ഇനി റാങ്ക് അല്പം പുറകിലാണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഈ കമ്മ്യൂണിറ്റിയിൽ വർക്ക് ചെയ്ത് നിങ്ങൾക്ക് വേക്കൻസികൾ കണ്ടെത്തി നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ജോലിക്ക് കയറാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്കിനി 100-ൽ താഴെ റാങ്കാണ് വന്നത്, നിങ്ങൾക്ക് അപ്പോഴും വർക്ക് ചെയ്യാം. നിങ്ങൾക്ക് വേക്കൻസികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് PSCയിൽ റിപ്പോർട്ട് ചെയ്യാം. ഈ ഫങ്ഷൻസ് ഒക്കെ കൃത്യമായിട്ടാണ് നടന്നു പോകുന്നത്. ഇപ്പം വേക്കൻസികൾ ഉണ്ടെങ്കിൽ നിങ്ങളത് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ആ വേക്കൻസി അവിടെ റിപ്പോർട്ടാവും. യെസ്. അപ്പം അതായത് നമ്മൾ ഇനിയിപ്പോൾ ലിസ്റ്റിലേക്ക് കയറുന്നതിന് മുമ്പ് ഞാൻ പറയുകയാണെങ്കിൽ ആദ്യം ഈ ഡിഗ്രി ഉള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ഇതിനെപ്പറ്റി അവെയർ ആയിരിക്കുക. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ അവെയർ ആയിരിക്കണം. കാരണം നമുക്കൊരു PSC എക്സാംസ് എഴുതാനായിട്ട് 1 രൂപ പോലും അപ്ലൈ ചെയ്യാനായിട്ട് വേണ്ട. നിങ്ങൾ PSCയുടെ വെബ്സൈറ്റിലുണ്ടെങ്കിൽ PSCയുടെ വെബ്സൈറ്റിൽ ഇല്ലാത്തവരാണെങ്കിൽ വെബ്സൈറ്റ് ത്രൂ അപ്ലൈ ചെയ്യുക. പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നത് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു 6 മാസത്തിനുള്ളിൽ നോട്ടിഫിക്കേഷൻ വരികയാണ്. അതിനുവേണ്ടി ഒരു സിലബസ് ഉണ്ട്. ആ സിലബസ് വെച്ച് പഠിച്ചു തുടങ്ങുക. പിന്നെ സ്വയം പഠിക്കുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങളിൽ വീണു പോകും. തോന്നിയിട്ടില്ലേ? തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട്. സ്വയം പഠിക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന SCERT ഉണ്ടാക്കാനാണെങ്കിലും NCERT സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടാക്കാനാണെങ്കിലും ഒക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ ഇവർക്ക് തീർച്ചയായിട്ടും ഒരു സപ്പോർട്ട് സിസ്റ്റം ഒരു PSC മനസ്സിലാക്കി. ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞ പോലെ ഞാനിപ്പോൾ 14 വർഷമായിട്ട് ഈ ഒരു ഫീൽഡിലുള്ള അധ്യാപികയാണ്. എൻ്റെ കുറേ കുട്ടികൾ KSEBയിലുണ്ട്. ആദ്യം ഞാൻ പഠിപ്പിച്ചതാണ് ദീപുവിനെ പഠിപ്പിച്ചത്. എൻ്റെ കോമ്പറ്റീറ്റീവ് ക്രാക്കർ എന്നുള്ള ബ്രാൻഡ് തുടങ്ങിയ ദിവസത്തിന് പിറ്റേ ദിവസം വന്ന ആളാണ് ദീപു എന്ന് പറയുന്നത്. എൻ്റെ സുഹൃത്തു കൂടിയാണ്. അത്രയും നമ്മൾ അന്നാണ് നേരിട്ട് കാണുന്നത്. കാരണം ആ ഒരു MTech കഴിഞ്ഞ ഒരാൾ ഇപ്പം KSFEയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യത്തെ ഒരു റിസൾട്ട് എന്ന് പറയുമ്പോൾ സെക്രട്ടേറിയറ്റ് ആയാലും KSFEയിലായാലും നിറയെ കുട്ടികളുണ്ടായിരുന്നു. ഇപ്പോൾ സർവീസിൽ ഒരുപാട് വർഷമായിട്ട് കുട്ടികളാണ്. അപ്പോൾ അവരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, അവരൊക്കെ എടുത്തൊരു എഫേർട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി പറയുകയാണ്, ഒരു എഫേർട്ട് ഇട്ടാൽ കിട്ടാവുന്നതേ ഉള്ളൂ PSC ജോലി എന്ന് പറയുന്നത് അല്ലേ? നിങ്ങൾ പുറത്തേക്ക് പോവുകയോ ഒന്നും വേണ്ട. കേരളത്തിലുള്ള അവസരങ്ങളെപ്പറ്റി ഇവരെ അറിയുക. ഡിഗ്രി പഠിക്കുന്ന എല്ലാവരും അടുത്ത് വരുന്ന ഈ പറയുന്ന എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഡിഗ്രി കഴിഞ്ഞ ഓരോ ഉദ്യോഗാർത്ഥിയും മിനിമം ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ BA എനിക്ക് BTech ഉള്ളവർക്ക് എഴുതാൻ പറ്റും, BA ഇംഗ്ലീഷ് കഴിഞ്ഞവർക്ക് എഴുതാൻ പറ്റും. ഏത് സ്ട്രീമിനും
ഒരു ഡിഗ്രി പാസ്സായി കേരള PSC അംഗീകരിച്ച യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അവർക്ക് എന്ത് എഴുതാൻ സാധിക്കും? ഈ വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ എക്സാംസ് എഴുതാൻ പറ്റും അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ ഒരു ഉദ്യോഗാർത്ഥി ഇനിയിപ്പോൾ ഈ ഒരു എക്സാം മുന്നിൽ കണ്ട് ആണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ സെൽഫ് പ്രിപ്പറേഷൻ, അതായത് കഴിഞ്ഞ PSC ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് ഏതൊക്കെയാണ് റിപ്പീറ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കുകൾ എന്ന് മനസ്സിലാക്കി ആ ഒരു രീതിയിലുള്ള സെൽഫ് പ്രിപ്പറേഷനോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഈ ഒരു ടൈം ഫാക്ടർ നമുക്ക് ഒരു വലിയ രീതിയിൽ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പേർട്ടുകളുടെ ഗൈഡൻസ് ഉണ്ടെങ്കിൽ സാധിക്കും എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ കാരണം അവർ ഓൾറെഡി ഇതിനു വേണ്ടി ടൈം ഒരുപാട് ഡിവോട്ട് ചെയ്യുന്നുണ്ട് ഓരോ ദിവസവും. കാരണം ഏതൊക്കെയാണ് ക്രൂഷ്യലായിട്ടുള്ള മേഖല എന്ന് അവർ കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി അവർ കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏത് മാതൃക വേണമെങ്കിലും ഉദ്യോഗാർത്ഥികൾക്ക് സ്വീകരിക്കാൻ കഴിയാവുന്നതേ ഉള്ളൂ. റിസോഴ്സസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. വേണമെങ്കിൽ സ്വയം അനാലിസിസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സെൽഫ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ആദ്യം വരുന്നത് പ്രിലിമിനറി പരീക്ഷയായിരിക്കും. അതിന് ഒപ്പം തന്നെ മെയിൻ പരീക്ഷ കാണും. അപ്പോൾ ഇതിനെ രണ്ടിനെയും ഒരേ ഇമ്പോർട്ടൻസ് കൊടുത്ത് കണ്ടതുകൊണ്ട് ഇനി നിങ്ങൾക്ക് കോൺഫിഡൻസ് അല്പം കുറവാണെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്ക് മാറ്റി വെച്ചേക്കും. ബാക്കി നിങ്ങൾക്ക് പ്രിലിമിനറി മെയിൻസിന് വരുന്ന ഏകദേശം സെയിം സിലബസ് തന്നെയായിരിക്കും. അപ്പോൾ ഇത് രണ്ട് പരീക്ഷയ്ക്കും നിങ്ങൾക്ക് ഒരേ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിങ്ങൾ പ്രിപ്പറേഷൻ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. തുടങ്ങാനാണ് എല്ലാവരും, എല്ലാ ഉദ്യോഗാർത്ഥികളും, ഇപ്പോൾ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിലും ഫൈനൽ ഇയർ പഠിക്കുന്ന എല്ലാവരോടും പറയാനുള്ളത്. ഇങ്ങനെ എക്സാംസ് വരാറുണ്ട്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു ചർച്ചയിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റുമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഞങ്ങളുണ്ടാവും നിങ്ങളോടൊപ്പം പുതിയ ടോപ്പിക്കുകളുമായിട്ട്. അപ്പോൾ സജഷൻസ് തീർച്ചയായിട്ടും കമൻസ് ആയിട്ട് പോരട്ടെ, ഡൗട്ടുകൾ പോരട്ടെ. തീർച്ചയായിട്ടും ടീം കോമ്പറ്റീറ്റീവ് ക്രാക്കറിൻ്റെ ഡിഗ്രി തലത്തിൽ എക്സാംസിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒപ്പം നിങ്ങൾക്കും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതുള്ളൂ. അപ്പോൾ ഇനിയും പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.